അത് പറയാനുള്ളത് മുഖത്തു നോക്കി പറയുക എന്നതും അത് ആരുടെ മുന്നിലും അതിൽ ഒരു തരത്തിലും ഒരു ദാക്ഷിണ്യവും വിചാരിക്കാത്ത അത് കുറുക്കി കൊള്ളണം എന്നാഗ്രഹിച്ച് അത് പറഞ്ഞ ആ സത്യസന്ധത, ബൗദ്ധിക സത്യസന്ധത എല്ലാ കാലത്തും പുലർത്തിയിട്ടുള്ള എഴുത്തുകാരനാണ്. അത് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവർ പോലും അതിൻ്റെ ചൂടേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും എം ടിയെ കാണാൻ ചെല്ലുമ്പോൾ എം ടിയോടത് പറയണമോ എന്ന് ആലോചിച്ചിട്ടുള്ളത്. കാരണം പറഞ്ഞാൽ ആ തിരിച്ചുള്ള പ്രതികരണം എത്ര തീക്ഷ്ണമായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പലരും പറയാനുള്ളതൊക്കെ അവിടെ നിന്ന് പറയാതെ പോന്നിട്ടുമുണ്ട്. അങ്ങനെ എന്താണ് ഒരു ആ സത്യസന്ധത എഴുത്തിലും ഭൗതിക ജീവിതത്തിലും ബൗദ്ധിക സത്യസന്ധത പുലർത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കാലാതിവർത്തിയാണ്, കഥാപാത്രങ്ങൾ കാലാതിവർത്തിയാണ്. എല്ലാ കാലത്തും അത് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളെ വിട്ടു പോകുന്നത് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന, കണ്ണീരിലാഴ്ത്തുന്ന സംഭവം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പോഴും SKN ആ കഥാപാത്രങ്ങൾ മതി ഇനിയുള്ള കാലം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ. നമ്മുടെ സങ്കടക്കടൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വ്യക്തിപരമായി പലരും നമ്മളെ വിപുലീകരിക്കുന്ന എന്തോ ശക്തിയുള്ളതാണ് എം ടിയുടെ എഴുത്തുകൾക്ക്. ഏതെങ്കിലും കനത്ത ദുഃഖഭാരം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും എം ടിയുടെ പുസ്തകത്തിലെ 3 പേജ് വായിച്ചാൽ ആ ദുഃഖം കനീഭവിച്ച് കുറച്ച് അത് ഊർന്നു പോകുന്ന ഒരു അനുഭവം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റു പലർക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന മറ്റു പലർക്കും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഞാൻ കർക്കിടകം എന്നത് എപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ട, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ വായനാനുഭവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ചെറുകഥകളിൽ ഒന്നായി മാറുന്നത് അതിലെ പാത്രസൃഷ്ടി മാത്രമല്ല, ആ കാലഘട്ടം എത്ര ദുഷ്കരമായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ കനപ്പെട്ട ദുഃഖമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കഥ, എം ടിയുടെ ഏതെങ്കിലും ഒരു കഥ വായിക്കുമ്പോൾ, അതിൻ്റെ 3 പേജ് വായിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുറേ ആശങ്കകൾ അകലുകയും നമ്മളുടെ കുറേ ടെൻഷൻ എന്ന് നമ്മൾ പറയുന്ന, ആ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുകയും ചെയ്യുന്നത് ഒരു പക്ഷേ എനിക്ക് മാത്രമുള്ള അനുഭവമായിരിക്കില്ല. അദ്ദേഹത്തെ വായിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം കോടാനുകോടി വായനക്കാരുടെ അനുഭവമായിരിക്കാം. അതാണ് ഒരു നല്ല കൃതി മനുഷ്യ മനസ്സിനെ വിപുലീകരിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യ മനസ്സിനെ വിപുലീകരിക്കുന്ന അസാധ്യ സൃഷ്ടികൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ, മലയാളി വായനക്കാരെ അതിശയിപ്പിച്ച, തലമുറകളെ പ്രചോദിപ്പിച്ച, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ വായിക്കാൻ പഠിപ്പിച്ച, പ്രേരിപ്പിച്ച പ്രിയപ്പെട്ട എം ടി നമ്മളോടൊപ്പം ഇല്ല എന്നത് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അതിനോട് പൊരുത്തപ്പെടാൻ ഒരു പക്ഷേ നാളുകൾ വേണ്ടി വന്നേക്കാം. അപ്പോഴും ഞാൻ പറയുന്നു, അല്ലെ നമ്മൾ പറയുന്നു, അങ്ങ് വരച്ചിട്ട, അങ്ങ് എഴുതിയിട്ട, അങ്ങ് ഞങ്ങൾക്ക് സംഭാവന ചെയ്ത ആ കഥാപാത്രങ്ങൾ, ആ പശ്ചാത്തലം, ആ നാട്, ആ ഗ്രാമം, ആ മാനസികാവസ്ഥ, അതൊക്കെ മതി ഈ നാടിന്, ഈ വായനക്കാർക്ക്, ഈ മലയാളത്തിന് കൈരളിക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് അങ്ങയുടെ ഓർമ്മകൾ ഒടുങ്ങില്ല. അത് മലയാളി ഉള്ളിടത്തോളം, ഈ മലയാളി മണ്ണ് നിലനിൽക്കുന്നിടത്തോളം അതങ്ങനെ തന്നെ തുടരും. അതിന് മരണമില്ല. അത് നിത്യഹരിതമായിരിക്കും. ആ സ്വപ്നങ്ങൾ, ആ എഴുത്തുകൾ, ആ വായനകൾ, ആ കഥാപാത്രം. അതുകൊണ്ടാണ് എത്രയോ കാലങ്ങളായി നമ്മൾ ഈ കഥാപാത്രങ്ങളെ പറ്റി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റി വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം സ്നേഹമാണ്, അത്രത്തോളം ഇഷ്ടമാണ്, അത്രത്തോളം ബഹുമാനമാണ്, അത്രത്തോളം ആരാധനയാണ് നൽകിയത്. നിറകണ്ണുകളോടെ മാവൂർ റോഡിലെ സ്മൃതിപഥം വിട ചൊല്ലി എം ടി വാസുദേവൻ നായർ, നമ്മുടെ സാഹിത്യത്തിൻ്റെ കുലപതി, ഒരുപക്ഷേ മലയാള സാഹിത്യത്തിൻ്റെ നാലുകെട്ടിലെ കാരണവർ ഓർമ്മയായി. ഈ കാലം കോറിയിട്ട ഒരുപാട് കൃതികൾ മാത്രം അവശേഷിപ്പിച്ച് പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്ക് പുനർവായനയ്ക്കും വേണ്ടി അവശേഷിപ്പിച്ച് എം ടി ഓർമ്മയായി. എം ടി വാസുദേവൻ നായർ ജനമനസ്സുകളിൽ എക്കാലവും ജീവിക്കും എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു എം ടി കഥാപാത്രത്തിൻ്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ പോലെ എം ടി തീനാളങ്ങളിൽ എരിഞ്ഞടങ്ങി. അദ്ദേഹത്തിന് 24-ൻ്റെ ആദരാഞ്ജലികൾ. ഇനി പ്രധാനപ്പെട്ട എം ടിയുടെ വിടവാങ്ങൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി 24 റൗണ്ടപ്പ് ആരംഭിക്കുകയാണ്. TK റീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഓവർ ടു റീജിത്ത്.